നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ 2 ദിവസം മുമ്പ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്നും പറയാനുള്ളത്. ഒരു 4% സംവരണം നമ്മളുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസമായി അതിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ട് അത് മേടിച്ച് കൊടുക്കേണ്ട ചുമതല നമുക്കൊക്കെ ഉള്ളതാണ്. നമ്മുടെ ചുറ്റുപാടിലും നമ്മളുടെ അറിവിലും ആരെങ്കിലും ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് വീടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സംവിധാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംവരണം 4% കൊടുത്തതിനെക്കുറിച്ച് ആർക്കും വലിയ അറിവില്ല. അതുകൊണ്ട് പരമാവധി ആൾക്കാർ ഈ ഭവനത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ വെക്കുക. ജൂൺ 6 തീയതി വരെ ഡേറ്റ് ഉണ്ട്. ഭിന്നശേഷിക്കാരായ ആൾക്കാർ മാക്സിമം ഈ അവസരം ഉപയോഗപ്പെടുത്തണം. കാര്യം നിങ്ങൾക്ക് വീട് കിട്ടും. 4% സംവരണം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് വീട് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ അറിവിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ എത്തിക്കുക, ഈ കാര്യം അറിയിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറിന് മാത്രമല്ല ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ ചെയ്യണം. ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ഏത് സർക്കാർ ചെയ്താലും, സംസ്ഥാന സർക്കാർ ചെയ്താലും, കേന്ദ്ര സർക്കാർ ചെയ്താലും, ആര് ചെയ്താലും നമ്മൾ ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ അത് കൃത്യമായിട്ടും ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അതുപോലെ തന്നെ ഈ ഭിന്നശേഷിക്കാരായ ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാക്സിമം ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, ഈ കാര്യങ്ങൾ അറിയിപ്പിക്കുക. അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ, നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഓക്കെ, ജയ് ഹിന്ദ്.